ഹരി ഓം. എല്ലാവർക്കും നാരായണീയം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 65 ദശകങ്ങൾ വരെ ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലാനുള്ളത് 66-ാമത്തെ ദശകമാണ്. 63, 64, 65 മൂന്ന് ദശകങ്ങളുടെയും പാരായണം മാത്രമായിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് 66-ാമത്തെ ദശകം ചൊല്ലാം. 66-ാമത്തെ ദശകം എന്ന് പറയുന്നത് ഗോപീജന ആഹ്ലാദമാണ്. അതായത് ഗോപ സ്ത്രീകളുടെ ആഗ്രഹം ഭഗവാൻ സാധിച്ചു കൊടുക്കുകയാണ് 66-ാമത്തെ ദശകത്തിലുള്ളത്. അപ്പൊ ഈ ദശകത്തിൽ ആകെ 10 ശ്ലോകങ്ങളുണ്ട്. ആ 10 ശ്ലോകങ്ങളും ഗീതി എന്ന വൃത്തത്തിലുമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ചൊല്ലി തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഉപയാതാനാം സുദൃശാം കുസുമായുധബാണപാദവിവശാനാം അഭിവാഞ്ചിതം വിദാതും കൃതമതിരപിതാ ജഗാദവാമമിവ. ഉപയാതാനാം സുദൃശാം കുസുമായുധബാണപാദവിവശാനാം അഭിവാഞ്ചിതം വിദാതും കൃതമതിരപിതാ ജഗാദവാമമിവ. 66-ാമത്തെ ദശകത്തിലെ ആദ്യ ശ്ലോകത്തിൽ വിവരിക്കുന്നത് കാമബാണമേറ്റ് പരവശരും ക്ഷീണിതരുമായിട്ടുള്ള ഗോപസ്ത്രീകള് ഭഗവാന്റെ അടുക്കലെത്തി. അവരുടെ ആഗ്രഹം എന്താണ് എന്ന് ഭഗവാൻ അറിയാം. അത് സാധിച്ചു കൊടുക്കാൻ ഭഗവാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. പക്ഷെ എങ്കിലും അവരോട് അതിപ്പോ നടക്കില്ല എന്നുള്ള തരത്തിൽ, അല്ലെങ്കിൽ വിപരീതമാം വണ്ണം അവരോട് സംസാരിച്ചു. അതിന് നേരെ വിപരീതം ഭഗവാൻ തീരുമാനിച്ചു, പക്ഷെ അവരോട് പറഞ്ഞത് വിപരീതമായിട്ടാണ്. അതായത് ഇത് വേണ്ട, ഇത് നടക്കില്ല എന്നുള്ള രീതിയിലാണ് ഭഗവാൻ അവരോട് സംസാരിച്ചത്. അതാണ് 1-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 1-ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. ഭഗവാനോടൊത്ത് ലീല ചെയ്യാൻ ആഗ്രഹിച്ചിട്ടാണ് ആ ഗോപസ്ത്രീകള് ഭഗവാന്റെ അടുത്തെത്തിയത്. കാമബാണമേറ്റ് ക്ഷീണിച്ചവരാണ് എന്ന് പറഞ്ഞു. അതായത് ഭഗവാനെ പ്രാപിക്കാൻ അതിയായിട്ടുള്ള മോഹത്തോടു കൂടി വന്നവരാണ് ആ സുന്ദരികള്. ഭഗവാനും ആ ആഗ്രഹത്തിനെതിരല്ല. ഭഗവാൻ അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ തീരുമാനിച്ച് മനസ്സിൽ നിശ്ചയിച്ചാണ് അവിടെ നിൽക്കുന്നത്. പക്ഷെ എങ്കിലും അവരുടെ പ്രേമാധിക്യം കാണുന്നതിനോ അല്ലെങ്കിൽ അവരെ പരീക്ഷിക്കുന്നതിനോ വേണ്ടി ഭഗവാൻ അവരോട് വിപരീതമായിട്ട് പറഞ്ഞു. അതായത് ഇത് വേണ്ട എന്നുള്ള രീതിയിൽ സംസാരിച്ചു എന്നുള്ളതാണ് 1-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് 2-ാമത്തെ ശ്ലോകം ചൊല്ലാം. ഗഗനഗദം മുനിനിവഹം ശ്രാവയിതും ജഗിതകുലവധൂധർമ്മം ധർമ്മ്യം ഖലു തേ വചനം കർമ്മതു നോ നിർമ്മലസ്യ വിശ്വാസ്യം. ഗഗനഗദം മുനിനിവഹം ശ്രാവയിതും ജഗിതകുലവധൂധർമ്മം ധർമ്മ്യം ഖലു തേ വചനം കർമ്മതു നോ നിർമ്മലസ്യ വിശ്വാസ്യം. 2-ാമത്തെ ശ്ലോകത്തില് വിവരിക്കുന്നത് ഭഗവാന്റെ രാസലീല കാണാൻ ആകാശത്ത് ദേവർഷികളൊക്കെ ഒത്തുകൂടി, മുനിമാരൊക്കെ ഇങ്ങനെ വന്നു. അപ്പോ അവര് കേൾക്കെ തന്നെ ഗോപസ്ത്രീകളോട് ഭഗവാൻ കുലസ്ത്രീ ധർമ്മം എന്താണ് എന്ന് വിവരിച്ചു കൊടുത്തു. പാതിവൃത്യം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭഗവാൻ വിവരിച്ചു കൊടുത്തു. ഭഗവാന്റെ വാക്കുകൾ ധർമ്മത്തിന് അനുസൃതമാണ്, അല്ലെ? ധർമ്മം അനുസരിച്ചാണ് ഭഗവാൻ ഗോപസ്ത്രീകളോട് സംസാരിച്ചത്. അപ്പോൾ ഭട്ടതിരിപ്പാട് ഇവിടെ പറയാണ്, നിർഗുണനായിട്ടുള്ള ഭഗവാൻ, ആ ഭഗവാന്റെ കർമ്മം ഞങ്ങൾക്ക് വിശ്വാസ്യ യോഗ്യമല്ല എന്ന്. അതായത് നിർഗുണനായിട്ടുള്ള ഭഗവാൻ എന്ന് പറയുമ്പോൾ നിർഗുണനായിരിക്കെ ഭഗവാൻ ചെയ്യുന്ന കർമ്മങ്ങൾ ഭഗവാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ കർമ്മവും ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കർമ്മവും ഭഗവാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഭഗവാൻ ധർമ്മം ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷെ ഭഗവാൻ അതിന് വിപരീതമായിട്ടാണ് പ്രവർത്തിക്കാൻ പോകുന്നത്. പക്ഷെ നിർഗുണനായതുകൊണ്ട് തന്നെ അത് ഭഗവാനെ നേരിട്ട് ബാധിക്കുന്നതുമില്ല. അത് വിശ്വാസ യോഗ്യത്തിൽ എടുക്കാൻ തങ്ങൾക്കാവുന്നില്ല എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു.
ദേവർഷികളും കരുതുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ രണ്ടാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. രാസലീല കാണാൻ തയ്യാറായി വന്ന ആകാശത്ത് നിൽക്കുന്ന ദേവർഷിമാർ കേൾക്കെ ഭഗവാൻ വന്ന രാസലീലയ്ക്ക് തയ്യാറെടുത്ത് വന്ന ഗോപസ്ത്രീകളോട് പറഞ്ഞു കുലസ്ത്രീ ധർമ്മം എന്താണ്. അപ്പൊ കുലസ്ത്രീ ധർമ്മം എന്താണെന്നൊക്കെ വിവരിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു അവര് ആഗ്രഹിച്ചു വന്ന കാര്യത്തിൽ നിന്നും അവരോട് പിന്മാറണം എന്ന് ഭഗവാൻ പറയുകയാണ്. പക്ഷെ ദേവർഷിമാരും മനസ്സിൽ കരുതുന്നു, ഭട്ടതിരിപ്പാടും പറയുന്നു, നിർഗുണനായിട്ടുള്ള ആളാണ് ഭഗവാൻ. അതുകൊണ്ട് തന്നെ ആ കർമ്മത്തെ ഭഗവാനുമായിട്ട് നേരിട്ട് ബന്ധമില്ല, ഡിറ്റാച്ച്ഡ് ആയിട്ട് ഒന്നിനോടും അറ്റാച്ച്മെന്റ് ഇല്ലാതെ നിൽക്കുന്ന ആളാണ് ഭഗവാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഭഗവാന്റെ കർമ്മം വിശ്വാസയോഗ്യമല്ല. ധർമ്മം ഉപദേശിച്ചാലും അദ്ദേഹത്തിന്റെ കർമ്മത്തിൽ അത് ആ വാക്കുകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ കർമ്മം നമുക്ക് വിശ്വാസത്തിൽ എടുക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുകയാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം ചൊല്ലാം. ആകർണ്യത്തെ പ്രദീപാം വാണി മേനി ദൃശപരം ദീന മാമാ കരുണാ സിന്ധോ പരിത്യജേത്യതി ചിരം വിലേപുസ്ത. ആകർണ്യത്തെ പ്രദീപാം വാണി മേനി ദൃശപരം ദീന മാമാ കരുണാ സിന്ധോ പരിത്യജേത്യതി ചിരം വിലേപുസ്ത. മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഭഗവാന്റെ ഇത്തരത്തിലുള്ള വിപരീതമായിട്ടുള്ള വാക്കുകൾ കേട്ട് വളരെയധികം പ്രതീക്ഷയോടുകൂടി ഭഗവാന്റെ അടുക്കലെത്തിയ ഗോപസ്ത്രീകൾ അതീവ ദുഃഖിതകളായി തീർന്നു. അവര് ഭഗവാനോട് പറഞ്ഞു, കരുണക്കിരിപ്പിടമേ, കരുണാനിധിയാണ് ഭഗവാൻ അല്ലെ. അപ്പോ കരുണക്കിരിപ്പിടമേ ഭഗവാനെ അങ്ങ് ഞങ്ങളെ ഉപേക്ഷിക്കരുതേ, അങ്ങനെ പറഞ്ഞ് വളരെ നേരം വിലപിച്ചു എന്നുള്ളതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ കാര്യമായിട്ടൊന്നുമില്ല. ഗോപസ്ത്രീകളുടെ സങ്കടമാണ് ഇവിടെ വിവരിക്കുന്നത്. അവര് ആഗ്രഹിച്ചു വന്നതിന് വിപരീതമായിട്ടുള്ള ഭഗവാന്റെ ഉപദേശം കേട്ടപ്പോൾ അവരാകെ ദുഃഖിതകളായി തീർന്നു. കരുണക്കിരിപ്പിടമേ, ദയാനിധേ, ഭഗവാനെ ഞങ്ങളെ ഒരിക്കലും ഉപേക്ഷിച്ച് കളയരുതേ എന്ന് പറഞ്ഞ് ഭഗവാനോട് വളരെയധികം കേണപേക്ഷിച്ചു. അത് പറഞ്ഞ് വളരെ നേരം ഗോപസ്ത്രീകളെ വിലപിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകം ചൊല്ലാം. താസാം രുദിതൈർലപിതൈ കരുണാകുലമാനസോ മുരാരേ ത്വം താഭിസമം പ്രവൃത്തോ യമുനാ പുളിനേഷു കാമമഭിരന്തും. താസാം രുദിതൈർലപിതൈ കരുണാകുലമാനസോ മുരാരേ ത്വം താഭിസമം പ്രവൃത്തോ യമുനാ പുളിനേഷു കാമമഭിരന്തും. നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഗോപസ്ത്രീകളുടെ കരച്ചിലും അവരുടെ ഹൃദയസ്പർശിയായിട്ടുള്ള സംഭാഷണങ്ങളും ദയനീയമായിട്ടുള്ള അപേക്ഷകളും ഒക്കെ കേട്ടപ്പോ കരുണാമയനായിട്ടുള്ള ഭഗവാന്റെ മനസ്സലിഞ്ഞു, ഭഗവാന്റെ മനസ്സിളകി എന്നാണ് പറയുന്നത്. അപ്പോ ഭഗവാൻ ആ ഗോപസ്ത്രീകളുടെ ആഗ്രഹം നടത്താൻ തന്നെ തീരുമാനിച്ചു. ആ യമുനയുടെ തീരങ്ങളിൽ അവരോടൊപ്പം വളരെ നേരം രമിക്കാൻ ഭഗവാൻ തയ്യാറായി എന്നുള്ളതാണ് നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഭഗവാൻ ഭക്തവത്സലനാണ് എന്ന് പറയും അല്ലെ. നമ്മുടെ ഭക്തന്മാർക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഭഗവാന് കണ്ടു നിൽക്കാൻ സാധിക്കില്ല. തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും ഭഗവാൻ ക്ഷമിക്കും, പക്ഷെ തന്റെ ഭക്തന്മാരെ ഉപദ്രവിച്ചാൽ ക്ഷമിക്കില്ല എന്ന് പറയും. അപ്പോ ഗോപസ്ത്രീകൾ എന്ന് പറയുന്നത് ഭഗവാന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഭഗവാന്റെ ഭക്തകളാണ്. അപ്പൊ അവരിങ്ങനെ ഒരു ആഗ്രഹം പറയുമ്പോൾ അതിനെതിരെ നിൽക്കാൻ ഒരിക്കലും ഭഗവാന് സാധിക്കുകയില്ല. അവരുടെ കരച്ചിൽ കാണാൻ ഒട്ടും കഴിയുകയില്ല. അപ്പോ ആ ഗോപസ്ത്രീകളുടെ കരച്ചിലും അവരുടെ ദയനീയമായിട്ടുള്ള വാക്കുകളും ഹൃദയസ്പർശിയായിട്ടുള്ള സംഭാഷണങ്ങളും ഒക്കെ കേട്ട് ഭഗവാന്റെ മനസ്സിളകി ആ യമുനയുടെ തീരങ്ങളിൽ അവരോടൊപ്പം വളരെ നേരം രമിക്കാൻ ഭഗവാൻ തയ്യാറായി എന്നുള്ളതാണ് നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം ചൊല്ലാം. ചന്ദ്രകരസ്യന്തലസത് സുന്ദര യമുനാ തടാന്ത വീതിഷു ഗോപീജനോത്തരീയൈരാപാദിത സംസ്തരോന്യശീതസ്ത്വം. ചന്ദ്രകരസ്യന്തലസത് സുന്ദര യമുനാ തടാന്ത വീതിഷു
ഗോപീജനോത്തരീയൈരാപാദിത സംസ്തരോന്യശീതസ്ത്വം. ഭഗവാൻ തന്റെ രാസലീലയ്ക്ക് തയ്യാറെടുക്കുന്നതാണ് അഞ്ചാമത്തെ ശ്ലോകത്തില് വിവരിക്കുന്നത്. അപ്പോൾ അഞ്ചാമത്തെ ശ്ലോകത്തിന്റെ തുടക്കത്തില് ആ മനോഹാരിത വർണ്ണിക്കുകയാണ് ഭട്ടതിരിപ്പാട്. നല്ല നിലാവുള്ള രാത്രിയാണ്. അപ്പൊ ആലോചിച്ച് നോക്കൂ, നിലാവ് എന്ന് പറയുമ്പോൾ തന്നെ ശീതളമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും. നദിയുടെ തീരത്താണ്, യമുനാ നദിയുടെ തീരത്താണ്. അപ്പൊ നമ്മള് പുഴക്കരയില് എങ്ങനെ ഉണ്ടാവും നിലാവുള്ള സമയത്ത്? നല്ല കാറ്റും അല്ലെ, നല്ല സുഖകരമായിട്ടുള്ള തണുത്ത കാറ്റ് വീശുന്ന ഒരു അന്തരീക്ഷം. അങ്ങനെയുള്ള യമുനാ നദീ തീരത്ത് ആ മണൽ പരപ്പുകളില് ഭഗവാൻ ഇരിപ്പിടം ഒരുക്കി ഗോപസ്ത്രീകളെ. എങ്ങനെയാണ് ഇരിപ്പിടം ഒരുക്കിയെന്നോ? തങ്ങളുടെ ഉത്തരീയം കൊണ്ട് ഭഗവാൻ അവര് ഇരിപ്പിടം ഉണ്ടാക്കി. അപ്പൊ ആ ഉത്തരീയത്തില് ആ മണൽ പരപ്പില്, യമുനയുടെ തീരത്ത് മണലാണ്, ആ മണൽ പരപ്പില് തങ്ങളുടെ ഉത്തരീയങ്ങൾ കൊണ്ട് ഭഗവാന് ഇരിപ്പിടം ഒരുക്കി അവിടെ ഭഗവാൻ ഗോപസ്ത്രീകളോടൊപ്പം ഇരുന്നു എന്നുള്ളതാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. അപ്പോൾ അഞ്ചാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. ചന്ദ്രിക തിളങ്ങുന്ന, അതായത് നിലാവുള്ള രാത്രിയാണ്. അപ്പൊ ആ ചന്ദ്രന്റെ വെളിച്ചം ഇങ്ങനെ വീശുന്നുണ്ട്. വെളിച്ചം ഇങ്ങനെ അവിടെ എല്ലാവിടെയും പരന്നു കിടക്കുന്നുണ്ട്. ആ ശീതളമായിട്ടുള്ള അന്തരീക്ഷത്തില് യമുനയുടെ തീരത്ത് മണൽ പരപ്പില് ഗോപസ്ത്രീകളുടെ ഉത്തരീയത്തെ ഇരിപ്പിടമാക്കി ഭഗവാൻ അവിടെ ഇരുന്നു, ഗോപസ്ത്രീകളോടൊപ്പം ഇരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് ആറാമത്തെ ശ്ലോകം ചൊല്ലാം. സുമധുര നർമാലപനൈ കരസംഗ്രഹണൈശ്ച ചുംബനോല്ലാസൈ ഗാഢാലിംഗന സംഗൈസ്ത്വമംഗനാലോകമാകുലീച കൃഷേ. സുമധുര നർമാലപനൈ കരസംഗ്രഹണൈശ്ച ചുംബനോല്ലാസൈ ഗാഢാലിംഗന സംഗൈസ്ത്വമംഗനാലോകമാകുലീച കൃഷേ. ആറാമത്തെ ശ്ലോകത്തില് ഭഗവാന്റെ രാസലീല തന്നെ വർണ്ണിക്കുകയാണ് ഭട്ടതിരിപ്പാട് ചെയ്യുന്നത്. അങ്ങനെ ആ ഗോപസ്ത്രീകളുടെ ഉത്തരീയങ്ങളിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ അവരോട് മധുര ഭാഷണങ്ങൾ പറയുകയും ചുംബനങ്ങൾ കൊണ്ട് പൊതിയുകയും വളരെ ഇറുക്കി അവരെ ആശ്ലേഷിക്കുകയും ഒക്കെ ചെയ്ത്, മുറുക്കി അവരെ ആശ്ലേഷിക്കുകയും ഒക്കെ ചെയ്ത് അവരെ ആനന്ദ പരവശകളാക്കി തീർത്തു എന്നാണ് പറയുന്നത്. നമ്മൾ ആരും വേറെ വേറെയല്ല, നമ്മൾ എല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു ബോധം, അങ്ങനെയുള്ളൊരു ഒരു ഫീലിംഗ് അവരില് ഭഗവാൻ ഉണ്ടാക്കി എന്നുള്ളതാണ് ആറാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അതായത് ആ യമുനയുടെ തീരത്ത് വെച്ച് ആ ഗോപസ്ത്രീകളുടെ ഉത്തരീയങ്ങളിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ അവരോട് മധുര ഭാഷണങ്ങൾ നടത്തി. സംസാരിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. അത് കേട്ടിരിക്കാൻ തന്നെ എന്ത് രസമായിരിക്കും അല്ലെ? അപ്പൊ മധുര ഭാഷണങ്ങൾക്കിടയിൽ ചുംബനങ്ങളും ആശ്ലേഷങ്ങളും കൊണ്ട് ആ ഗോപസ്ത്രീകളെ ഭഗവാൻ ആനന്ദ പരവശകളാക്കി തീർത്തു എന്നുള്ളതാണ് ആറാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് ഏഴാമത്തെ ശ്ലോകം ചൊല്ലാം. വാസോഹരണദിനേ യദ്വാസോഹരണം പ്രതിശ്രുതം താസാം തദപി വിഭോ രസവിവശസ്വാന്താനാം കാന്ത സുഭ്രുവാമദദാം. വാസോഹരണദിനേ യദ്വാസോഹരണം പ്രതിശ്രുതം താസാം തദപി വിഭോ രസവിവശസ്വാന്താനാം കാന്ത സുഭ്രുവാമദദാം. 60-ാമത്തെ ദശകത്തിൽ പറഞ്ഞ ഗോപി വസ്ത്രാപഹരണം നടക്കുന്ന സമയത്ത് ഭഗവാൻ അവരോട് പറഞ്ഞിരുന്നു, നിങ്ങളുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം എന്ന് പറഞ്ഞിരുന്നു. ഒരിക്കൽ നിലാവുള്ളൊരു രാത്രിയിൽ യമുനയുടെ തീരത്ത് വെച്ച് നിങ്ങളുടെ ആഗ്രഹം ഞാൻ നടപ്പാക്കി തരും എന്ന് ഭഗവാൻ ആ കാമപരവശകളായിട്ടുള്ള സ്ത്രീകളോട് പറഞ്ഞിരുന്നു. ആ വാക്ക് ഭഗവാൻ പാലിച്ചു എന്നുള്ളതാണ് ഏഴാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അതായത് അന്ന് അവരുടെ വസ്ത്രാപഹരണം നടത്തിയപ്പോൾ ഒരിക്കൽ കൂടി അവരുടെ വസ്ത്രാപഹരണം ഭഗവാൻ നടത്തുമെന്ന് പറഞ്ഞിരുന്നു. ആ വസ്ത്രാപഹരണം നടത്തി എന്ന് ഭട്ടതിരിപ്പാട് ഏഴാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുകയാണ്. അപ്പോ ആ ഗോപീജനങ്ങളുടെ വസ്ത്രാപഹരണം ഒരിക്കൽ കൂടി ഭഗവാൻ യമുനയുടെ തീരത്ത് വെച്ച് നടത്തി എന്നുള്ളതാണ് ഏഴാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. രാസലീല വളരെ മനോഹരമായിട്ട് വർണ്ണിക്കുകയാണ് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകങ്ങളിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ദശകത്തിൽ പറയുന്നത് തന്നെ ഗോപീജന ആഹ്ലാദനം എന്നാ പറയുന്നത് അല്ലെ. ഗോപീജനങ്ങൾക്ക് വളരെയധികം സന്തോഷത്തെ ഭഗവാൻ
നൽകി എന്നാണ് പറയുന്നത്. അപ്പോ ആ ഗോപസ്ത്രീകള് വളരെയധികം സന്തോഷിച്ച് ഭഗവാനോടൊപ്പം രാസലീലയിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഏഴാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. പണ്ട് ഗോപസ്ത്രീകളുടെ വസ്ത്രാപഹരണം കാളിന്തി നദിയിൽ കുളിക്കുന്ന സമയത്ത് ഭഗവാൻ ചെയ്തിരുന്നു. അന്ന് പറഞ്ഞതുപോലെ ഇന്ന് ഈ നിലാവുള്ള രാത്രിയിൽ യമുനയുടെ തീരത്ത് വെച്ച് ഗോപികളുടെ വസ്ത്രാപഹരണം ഭഗവാൻ നടത്തി എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് എട്ടാമത്തെ ശ്ലോകം ചൊല്ലാം. കന്ധളിത കർമ്മലേശം കുന്ദമൃദുസ്മേരവക്ത്രപാദോജം നന്ദസുത ത്വാം ത്രിജഗത് സുന്ദരമുപഗുഹ്യ നന്ദിതാ ബാല. കന്ധളിത കർമ്മലേശം കുന്ദമൃദുസ്മേരവക്ത്രപാദോജം നന്ദസുത ത്വാം ത്രിജഗത് സുന്ദരമുപഗുഹ്യ നന്ദിതാ ബാല. എട്ടാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് പറയുകയാണ്, നന്ദപുത്രനായിട്ടുള്ള കൃഷ്ണ അല്പം വിയർപ്പ് പൊടിഞ്ഞവനും. ഭഗവാന്റെ ശരീരത്തിൽ ഈ രാസലീലയ്ക്ക് ശേഷം അല്പം വിയർപ്പ് പൊടിഞ്ഞിട്ടുണ്ട്. കുരുക്കുത്തി മുല്ലയുടെ ശോഭയോടുകൂടി മന്ദഹസിക്കുന്നവനും. അതായത് ഭഗവാന്റെ പുഞ്ചിരിയെ കുരുക്കുത്തി മുല്ലയോടുകൂടി ഉപമിക്കുകയാണ്, കുരുക്കുത്തി മുല്ലയോട് ഉപമിക്കുകയാണ്. അപ്പൊ കുരുക്കുത്തി മുല്ലയുടെ ശോഭയോടുകൂടി മന്ദസ്മിതം പൊഴിക്കുന്ന വിരിഞ്ഞ മുഖമാകുന്ന താമരയോട് കൂടിയവനും. ഭഗവാന്റെ മുഖത്തെ വിരിഞ്ഞ താമരയോട് ഉപമിക്കുകയാണ്. വിരിഞ്ഞ മുഖമാകുന്ന താമരയോട് കൂടിയവനും. ഭട്ടതിരിപ്പാട് പറയാണ്, 3 ലോകങ്ങളിലും വെച്ച് സുന്ദരനുമായിട്ടുള്ള ഭഗവാനെ. 3 ലോകങ്ങളിലും വെച്ച് സുന്ദരനാണ് ഭഗവാൻ. ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത് ആരെയും മോഹിപ്പിക്കുന്നതാണ്, അല്ലെ? മോഹന രൂപാണ്, മോഹന കൃഷ്ണ എന്നൊക്കെ പറയൂല്ലോ, അതുപോലെ മോഹന രൂപാണ് ഭഗവാന്റെ. അങ്ങനെ അത്രയും 3 ലോകങ്ങളിലും വെച്ച് സുന്ദരനായിട്ടുള്ള ഭഗവാനെ ആശ്ലേഷിച്ചുകൊണ്ട് ആ ഗോപസ്ത്രീകള് എന്തെന്ത് ആനന്ദത്തെ തന്നെ നേടിയില്ല. ഭഗവാനെ അങ്ങനെ ആശ്ലേഷിച്ച് നിന്നു ഗോപസ്ത്രീകൾ എന്നാ പറയുന്നത്, അല്ലെ? എത്ര ഭാഗ്യം ചെയ്തവരാണ് ഗോപസ്ത്രീകൾ എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ എട്ടാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. ഭഗവാനെ വർണ്ണിക്കുകയാണ്, ഈ രാസലീലയ്ക്ക് ശേഷമുള്ള ഭഗവാന്റെ രൂപത്തെ വർണ്ണിക്കുകയാണ്. നന്ദപുത്രനായിട്ടുള്ള കൃഷ്ണ അല്പം വിയർപ്പ് പൊടിഞ്ഞവനും കുരുക്കുത്തി മുല്ലയുടെ ശോഭയോട് കൂടിയ മന്ദസ്മിതം പൊഴിക്കുന്ന മുഖമാകുന്ന താമരയോട് കൂടിയവനും 3 ലോകത്തിലും വെച്ച് സുന്ദരനുമായ അങ്ങയെ ആശ്ലേഷിച്ച് ആ ഗോപസ്ത്രീകൾ സന്തുഷ്ടകളായി തീർന്നു എന്ന് പറയാണ്. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകം ചൊല്ലാം. വിരഹേഷ്വങ്കാരമയ ശൃംഗാരമയശ്ച സംഗമേഹി ത്വം നിധരാമങ്കാരമയസ്തത്ര പുനഃ സംഗമേപി ചിത്രമിദം. വിരഹേഷ്വങ്കാരമയ ശൃംഗാരമയശ്ച സംഗമേഹി ത്വം നിധരാമങ്കാരമയസ്തത്ര പുനഃ സംഗമേപി ചിത്രമിദം. 9ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്, അങ്ങ് വേർപാടുകളിൽ അങ്കാരമയനും, അതായത് വിരഹ സമയത്ത് അങ്കാരമയൻ എന്ന് പറഞ്ഞാൽ തീക്കട്ട പോലെ ചൂടുണ്ടാക്കുന്നവനും, സമാഗമങ്ങളിൽ ശൃംഗാരമയനുമാണ്, ഒന്നിച്ചു ചേരുന്ന സമയത്ത് ശൃംഗാരമയനുമാണ് എന്ന് ഭട്ടതിരിപ്പാട് പറയാണ്. എന്നാൽ വീണ്ടുമുള്ള ഈ സംഗമത്തില് അങ്ങ് അങ്കാരമയനായി. ഈ ചിത്രം അദ്ഭുതം തന്നെ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിരഹ സമയങ്ങളിൽ ഭഗവാൻ അങ്കാരമയനാണ്. അതായത് ഗോപസ്ത്രീകളുമായിട്ട് പിരിഞ്ഞിരിക്കുന്ന സമയങ്ങളിൽ അവരിൽ തീക്കട്ട കൊണ്ടുണ്ടാവുന്ന ചൂട് പോലെ ഭഗവാൻ അത്രയും ചൂടാണ്. ആ വിരഹം അവരെ അത്ര കണ്ട് പൊള്ളിക്കും. പക്ഷെ ഒന്നിച്ചു ചേരുന്ന സമാഗമങ്ങളിൽ ഭഗവാൻ ശൃംഗാരമയനാണ്. അപ്പോൾ ഇവിടെ വീണ്ടും സംഗമത്തിലായപ്പോൾ ഭഗവാൻ അങ്കാരമയനായി എന്ന് പറയുന്നു. അപ്പൊ അതിന് അങ്കാരമയൻ എന്ന് പറഞ്ഞാൽ തീക്കട്ട എന്നാണ് അർത്ഥം. അപ്പൊ അതിന് നമുക്ക് വേറൊരു രീതിയിൽ മനസ്സിലാക്കാം. അതിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ 2 വാക്കുകളെ അങ്ക ആരമയ അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത്, അങ്ക എന്ന് പറഞ്ഞാൽ ഭഗവാനെ സംബോധന ചെയ്യുന്നതാണ്. അങ്ങ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സംബോധന ചെയ്യില്ലേ, അതുപോലെ അങ്ക. ആരമയ എന്ന് പറഞ്ഞാൽ രമിച്ചു, അങ്ങ് രമിച്ചു എന്നും അർത്ഥമുണ്ട്. എന്നാൽ തീക്കട്ട പോലെ അങ്കാരമയ എന്ന് ഒന്നിച്ച് ചൊല്ലുമ്പോൾ തീക്കട്ട പോലെ എന്നും നമുക്ക് ഊഹിക്കാം. അതെന്താണെന്ന് വെച്ചാൽ, സുഖം എത്ര കണ്ട് നമ്മൾ ആസ്വദിക്കുന്നുവോ അത്ര തന്നെ നമുക്ക്
ദുഃഖവും അനുഭവപ്പെടും എന്ന് ഭട്ടതിരിപ്പാട് പറയാണ്. അല്ലെങ്കിൽ ഭഗവാൻ അത് ഗോപസ്ത്രീകൾക്കൊരു സൂചന കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ അവരിനി അനുഭവിക്കാൻ പോകുന്നത് വിരഹമാണ്. വിരഹ സമയത്ത് ഭഗവാൻ അങ്കാരമയനാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ സമാഗമങ്ങൾക്ക് ശേഷം ഭഗവാൻ അവർക്ക് ഇനി അടുത്തതായി തന്നെ വിരഹമാണ് കൊടുക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഭഗവാൻ ഇനി ഭഗവാന്റെ അവതാര ലക്ഷ്യത്തിലേക്ക് പോവാൻ തയ്യാറെടുക്കുകയാണ്. എന്ന് വെച്ചാൽ ഇനി മധുരയിലേക്ക് ഭഗവാൻ പോവും. അത് ഈ രാസക്രിയയുടെ ഭാഗങ്ങളൊക്കെ കഴിയുമ്പോൾ മധുരയിലേക്ക് ഭഗവാൻ പോവും. 75-ാമത്തെ ദശകത്തിലെ കംസവധാണ്. അപ്പൊ നമ്മൾ 66-ാമത്തെ ദശകം എത്തി. അപ്പോ ഭഗവാൻ ഇനി മധുരയിലേക്ക് പോകും. ആ പോകുന്ന സമയത്ത് ഇവിടെയുള്ള ഗോപസ്ത്രീകൾക്കൊക്കെ അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അപ്പോ അതിനൊരു സൂചന ഭഗവാൻ കൊടുത്തതാണ് എന്ന് വേണമെങ്കിലും നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. അപ്പൊ അത്രയേ ഉള്ളൂ 9-ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. അങ്ങയുടെ വേർപാടിൽ അങ്ങ് അങ്കാരമയനും സമാഗമങ്ങളിൽ ശൃംഗാരമയനുമാണെങ്കിലും വീണ്ടുമുള്ള സമാഗമത്തിൽ ഗോപസ്ത്രീകൾക്ക് ഭഗവാൻ അങ്കാരമയനായി എന്നാണ് പറയുന്നത്. ഈ ചിത്രം അത്ഭുതം തന്നെ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. ഇനി നമുക്ക് ഈ ദശകത്തിലെ അവസാന ശ്ലോകം 10-ാമത്തെ ശ്ലോകം ചൊല്ലാം. രാധാ തുംഗപയോദര സാധുപരീരംബലോലുപാത്മാനം ആരാധയേ ഭവന്തം പവനപുരാധീശ ശമയ സകലഗധാൻ. രാധാ തുംഗപയോദര സാധുപരീരംബലോലുപാത്മാനം ആരാധയേ ഭവന്തം പവനപുരാധീശ ശമയ സകലഗതാൻ. 10-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് രാധ എന്ന ഗോപികയുടെ ഉയർന്ന കുജങ്ങളെ അല്ലെങ്കിൽ സ്തനങ്ങളെ ആശ്ലേഷിക്കുന്നതിൽ തൽപരനായിരിക്കുന്ന ഗുരുവായൂരപ്പ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. അങ്ങ് എന്റെ രോഗങ്ങളെല്ലാം ഇല്ലാതാക്കിയാലും എന്ന് ഭട്ടതിരിപ്പാട് പറഞ്ഞുകൊണ്ട് ഈ 10-ാമത്തെ ശ്ലോകവും 66-ാമത്തെ ദശകവും അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന രാധ എന്ന ഗോപികയുടെ ഉയർന്ന സ്ഥലങ്ങളെ ആശ്ലേഷിക്കുന്നതിൽ തൽപരനായിരിക്കുന്ന ഗുരുവായൂരപ്പ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതില് രാധയും കൃഷ്ണനും രണ്ടല്ല, അവര് ഒന്നാണ്. അവര് സ്ത്രീ പുരുഷ രൂപങ്ങളിൽ നിൽക്കുന്ന ഒരേ ഒരു സോളാണ്, ഒരേ ഒരു ആത്മാവാണ് അവരെ ഒരിക്കലും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ കഴിയില്ല. എല്ലാവരും ചോദിക്കും രാധയും കൃഷ്ണനും എന്തേ ഇത്ര കണ്ട് പ്രേമിച്ചിട്ട് അവരെന്തേ കല്യാണം കഴിച്ചില്ല? രണ്ടുപേരും ഒന്നാണ്. പിന്നെ വിവാഹം എന്നുള്ള ഒരു ഇതുകൊണ്ട് അവരെ ഒന്നാക്കേണ്ടുന്ന കാര്യം അവിടെ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോ രാധ എന്ന ഗോപികയോട് ഭഗവാന് അത്യധികമായിട്ടുള്ള ഹൃദയഭാവമുണ്ട്. എന്നുവെച്ചാൽ രാധയുടെ ഹൃദയത്തോട് ഒരുപാട് ചേർന്ന് നിൽക്കുന്ന ആളാണ് ഭഗവാൻ. അതിനെയാണ് ഇങ്ങനെ ശാരീരികമായിട്ട് വർണ്ണിക്കുന്നത്. രാധയുടെ ഉയർന്ന സ്ഥലങ്ങളെ ആശ്ലേഷിക്കുന്നതിൽ തൽപരനായിരിക്കുന്ന ഭഗവാനെ എന്ന് പറഞ്ഞാൽ രാധയുടെ ഹൃദയത്തോട് അത്രയധികം കണ്ട് ചേർന്ന് നിൽക്കുന്ന ഭഗവാനെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആന്തരികമായിട്ടുള്ള ഭാവമാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. അപ്പൊ രാധയെ അത്രത്തോളം ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ആളാണ് ഭഗവാൻ. അപ്പൊ അതാണ് ഈ 10-ാമത്തെ ശ്ലോകത്തില് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതില് ഒരു പണ്ട് ഞാനിങ്ങനെ ചിത്രകഥകളിലൊക്കെ വായിച്ചിട്ടുള്ള ഒരു കഥയുണ്ട്, രാധയും കൃഷ്ണന്റെയും. അത് ഞാനിപ്പോ ഇവിടെ ഒന്ന് പറയാം. പണ്ട് ചെറിയ കുട്ടിയാകുമ്പോഴാണ് കേട്ടോ, ബാലരമയിലെ ഏതിലോ വന്നൊരു കഥയാണ്. അപ്പൊ അതില് പറയുന്നത് കൃഷ്ണൻ മധുരയിലേക്ക് പോയി, പിന്നെ രുക്മിണിയെ കല്യാണം കഴിച്ചു. അവരങ്ങനെ കൊട്ടാരത്തില് താമസിക്കുകയാണല്ലോ. ആ സമയത്ത് രാധാദേവി ഇടയ്ക്കിടയ്ക്ക് ഇവരെ കാണാൻ വേണ്ടി വരും. അപ്പൊ ആ സമയത്ത് രുക്മിണിക്ക് ഭഗവാൻ കൃഷ്ണന്റെ കഥകൾ കേട്ടിരിക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പോ രാധ വരുന്ന സമയത്ത് രാധയോട് ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ അതീവമായിട്ടുള്ള താല്പര്യമാണ് രുക്മിണിക്ക്. എന്നാൽ രാധയാണെങ്കിലോ വന്നു കഴിഞ്ഞാൽ അധിക സമയം അവിടെ നിൽക്കില്ല, വേഗം തന്നെ പോവാനുള്ള തിടുക്കം കൂട്ടും. അപ്പൊ അതുകൊണ്ട് രുക്മിണി എന്ത് ചെയ്തു എന്നറിയാമോ? നല്ല ചൂടുള്ള പാലെടുത്തുകൊണ്ട് കൊടുത്തു രാധയ്ക്ക്. അപ്പൊ ആ പാല് ചൂടുള്ള പാലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുടിക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ മെല്ലെ മെല്ലെ കുടിക്കുള്ളൂ. അപ്പൊ അത്രയും മെല്ലെ കുടിക്കുന്ന സമയം കൊണ്ട് കുറച്ചധികം കാര്യങ്ങൾ കേൾക്കാലോ എന്ന് വിചാരിച്ചിട്ടാ ചെയ്തു. അങ്ങനെ ചെയ്ത് പാല് കൊടുത്തു. പക്ഷെ രാധ അത് പെട്ടെന്ന് തന്നെ കുടിച്ചു. രാധാദേവി അത് പെട്ടെന്ന് കുടിച്ചു. എന്നിട്ട് യാത്രയും പറഞ്ഞു പോയി. അപ്പൊ രുക്മിണിക്ക് ആകെ ഇതായി, കൺഫ്യൂഷനായി. എന്താ ഇപ്പൊ സംഭവിച്ചത്?
ഞാൻ ചൂടുള്ള പാല് കൊടുത്തു, പക്ഷെ രാധ അത് പെട്ടെന്ന് കുടിച്ചു, എനിക്ക് കഥ കേൾക്കാനും സാധിച്ചില്ല, ആ രാധയ്ക്ക് പൊള്ളിയിട്ടുണ്ടാവില്ലേ എന്നൊക്കെ വിചാരിച്ചു. അപ്പൊ നോക്കുമ്പോ എന്റെ കൃഷ്ണൻ വരുന്നു. അപ്പൊ ഭഗവാൻ വരുമ്പോ എന്താ വെച്ചാൽ ഭഗവാൻ നൊണ്ടിട്ടാ വരുന്നത്. അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോ കാലിന്റെ അടിയില് പൊള്ളലേറ്റ പാട് കാണിച്ചു കൊടുക്കാണ്. അതായത് രാധാദേവി അവിടെ പാല് കുടിച്ചിട്ട് പൊള്ളിയത് ഇവിടെ കൃഷ്ണനാണ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവര് രണ്ടല്ല, അവരൊന്നാണ്. രാധയ്ക്ക് പൊള്ളുക എന്ന് പറഞ്ഞാൽ അത് കൃഷ്ണനാണ് ആ പൊള്ളല് കിട്ടുന്നത്. അപ്പൊ അവര് ശരീരം കൊണ്ട് ഇങ്ങനെ വേറെ കാണുന്നു എന്നുള്ളതേ ഉള്ളൂ, അവര് യഥാർത്ഥത്തിൽ ഒരാളാണ് എന്നുള്ളത്. അപ്പൊ അതാണ് നമ്മൾ ഈ ഒരു ശ്ലോകത്തിൽ മനസ്സിലാക്കേണ്ടത്. രാധാദേവിയുടെ ഹൃദയത്തോട് അത്രയധികം ചേർന്ന് നിൽക്കുന്ന ആളാണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ അങ്ങനെ 66-ാമത്തെ ദശകം നമ്മൾ ഇവിടെ ചൊല്ലി പൂർത്തിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചൊല്ലിയ 10 ശ്ലോകങ്ങളും നമുക്ക് ഒന്നുകൂടി ചൊല്ലാം. ഉപയാതാനാം സുദൃശാം കുസുമായുധ ബാണപാത വിവശാനാം അഭിവാഞ്ചിതം വിദാതും കൃതമതിരപിതാ ജഗാദവാമമിവ ഗഗനകദം മുനിനിവഹം ശ്രാവയിതും ജഗിതകുലവധൂധർമ്മം ധർമ്മ്യം ഖലു തേ വചനം കർമ്മ തു നോ നിർമ്മലസ്യ വിശ്വാസ്യം ആകർണ്യത്തെ പ്രദീപാം വാണീ മേനീദൃശ പരം ദീനാ മാമാ കരുണാ സിന്ധോ പരിത്യജേത്യതി ചിരം വിലേപുസ്താം താസാം രുദിതൈർലപിതൈ കരുണാകുലമാനസോ മുരാരേ ത്വം താഭിസമം പ്രവൃത്തോ യമുനാ പുളിനേഷു കാമമഭിരന്തും ചന്ദ്രകരസ്യന്തലസത് സുന്ദര യമുനാ തടാന്തവീതിഷു ഗോപീജനോത്തരീയൈരാപാദിത സംസ്തരോന്യശീതസ്ത്വം സുമധുര നർമാലപനൈ കരസംഗ്രഹണൈശ്ച ചുംബനോല്ലാസൈ ഗാഢാലിംഗന സംഗൈസ്ത്വമംഗനാലോകമാകുലീച കൃഷേ വാസോഹരണദിനേയ ദ്വാസോഹരണം പ്രതിശ്രുതം താസാം തദപി വിഭോ രസവിവശസ്വാന്താനാം കാന്ത സുഭ്രുവാമദധാം കന്ദളിതകർമ്മലേശം കുന്ദമൃദുസ്മേരവക്ത്രപാദോചം നന്ദസുത ത്വാം ത്രിജഗത് സുന്ദരമുപഗുഹ്യ നന്ദിതാഭാല വിരഹേഷ്വംഗാരമയ ശൃംഗാരമയശ്ച സംഗമേ ഹി ത്വം നിധരാമംഗാരമയസ്തത്ര പുനഃ സംഗമേപി ചിത്രമിദം രാധാതുംഗപയോദരസാധുപരീരംഭലോലുപാത്മാനം ആരാധയേ ഭവന്തം പവനപുരാധീശ ശമയ സകലഗതാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ എല്ലാവരും തുടർന്നും വീഡിയോസ് ഒക്കെ ഇതുപോലെ തന്നെ കാണണം. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റുകളിൽ അറിയിക്കുക. ഈ വീഡിയോസ് ഒക്കെ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് 67-ാമത്തെ ദശകവുമായിട്ട് വരാം. അതുവരെ ഹരിയോ.